TV റിമോട്ടിൽ ഉപയോഗിക്കുന്ന പ്രകാശകിരണങ്ങൾ ഏത്? ട്യൂബ് ലൈറ്റിനുള്ളിൽ ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണങ്ങൾ ഏത്? പച്ചയും നീലയും കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന വർണ്ണമേത്? ഒരു ചുവന്ന പൂവിനെ പച്ച പ്രകാശത്തിൽ വീക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന വർണ്ണമേത്? PSC പരീക്ഷയിൽ ഫിസിക്സിൽ പ്രകാശവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും വരുന്ന മറ്റൊരു ഭാഗമാണ് പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക സ്പെക്ട്രം. അതുപോലെ തന്നെ പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും നോക്കാം. നമുക്ക് ഈ വീഡിയോയിൽ ഏതൊക്കെയാണ് പ്രകാശത്തിൻ്റെ മറ്റു വൈദ്യുതകാന്തിക തരംഗങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാം, ദ്വിതീയ വർണ്ണങ്ങൾ ഏതെല്ലാം, ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ. അതുകൊണ്ട് മുഴുവനായും തുടക്കം മുതൽ അവസാനം വരെ കാണുക. സൂര്യപ്രകാശം 7 കിരണങ്ങൾ കൂടിച്ചേർന്നാണ്. അതിനെ മുഴുവനായി നമ്മൾ വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്ന് പറയും, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. സൂര്യപ്രകാശം ഒരു വൈദ്യുതകാന്തിക സ്പെക്ട്രമാണെന്ന് തെളിയിച്ചത് ഹെൻറിക് ഹെഡ്സൺ. ഇത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് ലൈറ്റ് എന്ന് തെളിയിച്ചത് ഹെൻറിക് ഹെഡ്സ്. സൂര്യപ്രകാശത്തിലെ 7 വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്, അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ, അത് എവിടെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഈ ചിത്രം നോക്കും. 2 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വൈദ്യുതകാന്തിക തരംഗങ്ങളെ ക്രമീകരിക്കാം. നമ്മളിപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് കിരണങ്ങളുടെ തരംഗദൈർഘ്യം കൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. തരംഗദൈർഘ്യം കൂടി വരുമ്പോൾ അവയുടെ ആവൃത്തി, ഫ്രീക്വൻസി കുറഞ്ഞു വരും. അപ്പോൾ ഏറ്റവും തരംഗദൈർഘ്യം കുറവുള്ളതാണ് ആദ്യം കാണിച്ചിരിക്കുന്നത് ഗാമാ തരംഗങ്ങൾ. അത് കഴിഞ്ഞ് എക്സ് കിരണങ്ങൾ, അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ് ദൃശ്യപ്രകാശം, അത് കഴിഞ്ഞ് ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, ദെൻ റേഡിയോ തരംഗങ്ങൾ. ഏറ്റവും തരംഗദൈർഘ്യം കൂടുതലാണ് റേഡിയോ തരംഗങ്ങൾ. അപ്പോൾ ഇതിൽ ഈ നമ്മുടെ വിസിബിൾ ലൈറ്റ് ദൃശ്യപ്രകാശം ഇത് മാത്രമേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കൂ. ബാക്കിയുള്ള ദൃശ്യപ്രകാശത്തിൻ്റെ ഇപ്പുറത്തുള്ള 3 കിരണങ്ങളും ഈ 3 കിരണങ്ങളും നമുക്ക് കണ്ണുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. അവയുടെ പ്രസൻസ് അറിയാനേ സാധിക്കും. അപ്പോൾ ഇനി ഓരോന്ന് നമുക്ക് വേറെ എടുത്തിട്ട് പഠിക്കാം. ഒന്നാമത്തെ തരംഗം ഗാമാ തരംഗം. ഇതിൻ്റെ പ്രത്യേകതകൾ ഏറ്റവും തരംഗദൈർഘ്യം കുറവുള്ളതാണ്, അഥവാ ഏറ്റവും ആവൃത്തി കൂടുതലുള്ളത്. ഇത് ഉപയോഗപ്പെടുത്തുന്നത് ക്യാൻസർ ചികിത്സക്ക്, കീമോതെറാപ്പിക്ക് ഉപയോഗപ്പെടുത്തുന്നു. ഇതിൻ്റെ പ്രത്യേകത ഇതിന് ജീവകോശങ്ങളെ നശിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഇതൊരു ആണവ വികിരണം കൂടെയാണ്. ന്യൂക്ലിയർ റിയാക്ഷൻ്റെ സമയത്ത് ആൽഫ ബീറ്റ കണങ്ങളോടൊപ്പം പുറത്തേക്ക് പോകുന്ന ഒരു കിരണം കൂടെയാണ് ഗാമാ കിരണങ്ങൾ. അതിൻ്റെ പ്രത്യേകത നന്നായിട്ട് പഠിക്കുക. ദെൻ രണ്ടാമത്തത് എക്സ് കിരണങ്ങൾ. എക്സ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ്റെ പേരിടക്ക് ചോദിക്കാറുണ്ട്. വില്യം റോൺജൻ. മാംസഭാഗങ്ങളിൽ തുളഞ്ഞു കയറാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ അസ്ഥികളുടെ ഘടന തിരിച്ചറിയാൻ നമ്മൾ എക്സ്റേ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നു. ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ തീവ്രത കൂടുതലാണെങ്കിൽ ഇത് DNA-യിൽ മാറ്റം വരുത്തി ക്യാൻസർ ഉണ്ടാവാൻ വരെ കാരണമാവുന്നു. അപ്പോൾ എക്സ് കിരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇതാണ് പഠിക്കാനുള്ളത്. അടുത്തത് അൾട്രാ വയലറ്റ് കിരണങ്ങൾ. ഏറ്റവും കൂടുതൽ പ്രത്യേകതകളുള്ള ഒരു കിരണമാണ് അൾട്രാ വയലറ്റ്. നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ട്യൂബ് ലൈറ്റിനുള്ളിൽ ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കിരണം ഏത്? അൾട്രാ വയലറ്റ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ത്വക്കുമായി പ്രവർത്തിച്ച് വൈറ്റമിൻ D ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അളവ് കൂടിയാൽ ഇതേ ത്വക്കുമായി പ്രവർത്തിച്ച് സ്കിൻ ക്യാൻസറിനും ഇതേ അൾട്രാ വയലറ്റ് കാരണമാവാം. ദെൻ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നതും അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്. അതുപോലെ ജലശുദ്ധീകരണത്തിനും അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഉപയോഗിക്കുന്നു. ഇനി അൾട്രാ വയലറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട മറ്റൊരു കാര്യമാണ് ഓസോൺ പാളി. കാരണം സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ഓസോൺ പാളിയാണ്. ഈ ഓസോൺ പാളിക്ക് വിള്ളലുണ്ടായാൽ കൂടുതലായിട്ട് അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നതാണ്. ഇനി നമ്മുടെ ദൃശ്യപ്രകാശം, വിസിബിൾ ലൈറ്റ്. ഇതിൻ്റെ ഒരു തരംഗദൈർഘ്യത്തിൻ്റെ റേഞ്ച് മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും. 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ് ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ റേഞ്ച്. കാഴ്ച സാധ്യമാക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു കാര്യം, ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നതും ഈ വിസിബിൾ ലൈറ്റാണ്, ദൃശ്യപ്രകാശമാണ്. ഇനി കൂടുതൽ പ്രത്യേകതയുള്ള അടുത്ത കിരണം ഇൻഫ്രാറെഡ്. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫി.
കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ദൂരെയുള്ള കിരണങ്ങൾ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ദൂരെയുള്ള വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാനാണ് IR ഫോട്ടോഗ്രാഫി ഉപയോഗപ്പെടുത്തുന്നത്. ഇൻഫ്രാറെഡ് കിരണങ്ങളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഹെർഷൽ. അതുപോലെ പഴയ ലിഖിതങ്ങൾ, അതുപോലെ മാഞ്ഞു പോയിട്ടുള്ള പഴയ എഴുത്തുകളിൽ നിന്ന് അവയെ എഴുത്ത് വീണ്ടെടുക്കാൻ നമ്മൾ ഇൻഫ്രാറെഡ് ഉപയോഗപ്പെടുത്തുന്നു. അതേപോലെ റിമോട്ട് സെൻസറുകളിൽ TV, റേഡിയോ പോലെയുള്ള റിമോട്ടുകളിൽ ഉപയോഗിക്കുന്നതും ഇൻഫ്രാറെഡാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, താപം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളിലും ഇൻഫ്രാറെഡ് ഉണ്ടാവും. അതായത് ഇൻഫ്രാറെഡ് ഒരു താപവികിരണം എന്ന രീതിയിൽ അറിയപ്പെടുന്നു. ഇനി മൈക്രോവേവ് തരംഗങ്ങൾ നമ്മൾ മൈക്രോവേവ് അവനുകളിൽ പ്രയോജനപ്പെടുത്തുന്നു, മൊബൈൽ ഫോണുകളിൽ പ്രയോജനപ്പെടുത്തുന്നു. ഇനി ഏറ്റവും അവസാനത്തത് തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളതും ആവൃത്തി ഏറ്റവും കുറവുള്ളതുമായ റേഡിയോ തരംഗങ്ങൾ. ടെലികമ്മ്യൂണിക്കേഷൻ, മൊബൈൽ ഫോൺ, അതേപോലെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളിൽ, ടെലിവിഷൻ സംവിധാനങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് റേഡിയോ തരംഗങ്ങളാണ്. അതേപോലെ റഡാറുകളിൽ, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്, വിദൂര സംവേദനം ഉപയോഗപ്പെടുത്തുന്ന റഡാർ സംവിധാനങ്ങളിലും റേഡിയോ തരംഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ വൈദ്യുത കാന്തിക തരംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. 2-3 ശാസ്ത്രജ്ഞരുടെ പേര് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതൊരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് കണ്ടെത്തിയത് ഹെൻറിക് ഹെഡ്സ്, അതേപോലെ ഇൻഫ്രാറെഡ് കണ്ടെത്തിയത് വില്യം ഹെർഷൽ, എക്സ് കിരണങ്ങൾ കണ്ടെത്തിയത് വില്യം റോൺസൺ, അതേപോലെ ട്യൂബ് ലൈറ്റിനുള്ളിലുള്ള കിരണം ഏത്, അൾട്രാവയലറ്റ് കിരണങ്ങൾ, താപവികിരണം എന്നറിയപ്പെടുന്നത് ഏത്, ഇൻഫ്രാറെഡ്. ഇതേ ഇൻഫ്രാറെഡാണ് ആഗോള താപനത്തിന് കാരണമായുള്ള കിരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. ഇനി പ്രകാശവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ഏരിയയാണ് നമ്മൾ പറയാൻ പോകുന്നത് വർണ്ണങ്ങൾ. വർണ്ണങ്ങളെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, പ്രാഥമിക വർണ്ണങ്ങളും ദ്വിതീയ വർണ്ണങ്ങളും, പ്രൈമറി കളേഴ്സ് ആൻഡ് സെക്കൻഡറി കളേഴ്സ്. പ്രാഥമിക കിരണങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്ന 3 വർണ്ണങ്ങൾ തന്നെയാണ്, പച്ച, നീല, ചുവപ്പ്. ഇവയെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വിളിക്കാൻ കാരണം ബാക്കിയുള്ള എല്ലാ കളറുകളും വർണ്ണങ്ങളും നമുക്ക് ഇവ ഉപയോഗിച്ച് ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ പ്രാഥമിക വർണ്ണങ്ങൾ ഇനി മറക്കണ്ട, പച്ച, നീല, ചുവപ്പ്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്നതിനെയാണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയാം. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം. അപ്പോൾ നമുക്ക് 3 കോമ്പിനേഷൻ വീണ്ടും കിട്ടും. പച്ചയും നീലയും കൂടിയാൽ, പച്ചയും ചുവപ്പും കൂടിയാൽ, ചുവപ്പും നീലയും തമ്മിൽ കൂടിയാൽ. അപ്പോൾ ഇതിൻ്റെ വർണ്ണം ഏതാണ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. പച്ചയും നീലയും കൂടിച്ചേർന്നാൽ ഉണ്ടാവുന്ന നിറത്തെ നമ്മൾ സിയൻ എന്ന് പറയും, സിയൻ. അതുപോലെ പച്ചയും ചുവപ്പും കൂടിച്ചേർന്നാൽ യെല്ലോ, മഞ്ഞ നിറമാണ്. ഇനി ചുവപ്പും നീലയുമാണെങ്കിൽ മജന്ത. കോമ്പിനേഷൻ നോക്കുക, പച്ചയും നീലയുമാണ് സിയൻ, നീലയും ചുവപ്പുമാണ് മജന്ത, പച്ചയും ചുവപ്പുമാണ് മഞ്ഞ. ഇത് മറക്കാത്ത രീതിയിൽ പഠിച്ചു വെക്കുക. 3 പ്രാഥമിക വർണ്ണങ്ങളും 3 ദ്വിതീയ വർണ്ണങ്ങളും. എക്സാമിന് പലപ്പോഴും ചോദിക്കുന്നതാണ്, പച്ചയും ചുവപ്പും കൂടി ചേർന്നാൽ മഞ്ഞ, അല്ലെങ്കിൽ മഞ്ഞയിലുള്ള ഘടകവർണ്ണങ്ങൾ ഏത്, പച്ചയും ചുവപ്പും. മജന്തയിലുള്ള ഘടകവർണ്ണങ്ങൾ ഏത്, ചുവപ്പും നീലയും. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കും. ഓക്കെ. ചുവന്ന പൂവ് പച്ച പ്രകാശത്തിൽ എങ്ങനെ കാണപ്പെടും? ഒരു വെളുത്ത കടലാസിലേക്ക് പച്ച പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഏത് നിറത്തിൽ കാണപ്പെടും? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാമുകളിൽ കാണാം. അപ്പോൾ എങ്ങനെയാണ് ഇതിനുള്ള ഉത്തരം കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വസ്തുവിനെ കാണുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു പച്ച ഇല കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന വർണ്ണങ്ങളിൽ, ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണങ്ങളിൽ അത് ആ ഇല പച്ചയെ മാത്രം പ്രതിഫലിപ്പിക്കുന്നു. ഇനി ചുവന്ന പൂവാണെങ്കിൽ ആ വരുന്ന വർണ്ണങ്ങളിൽ ബാക്കിയുള്ളതിനെ ആഗിരണം ചെയ്ത് ചുവപ്പിനെ മാത്രം അത് പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മളത് ചുവപ്പായി കാണുന്നത്. അപ്പോൾ എന്തായിരിക്കും വെളുത്ത നിറം എന്ന് പറഞ്ഞാൽ? സൂര്യപ്രകാശത്തിലെ എല്ലാ വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ടാണ് ഒരു വസ്തു വെളുപ്പായി കാണപ്പെടുന്നത്. അതും ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. വെളുപ്പ് നിറം എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഘടകവർണ്ണങ്ങളെയും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും കറുപ്പ്? എല്ലാ വർണ്ണങ്ങളെയും ഒരുപോലെ ആഗിരണം ചെയ്യുന്നു, എല്ലാവരെയും ആഗിരണം ചെയ്യുന്നു, ഒന്നിനെയും പ്രതിഫലിപ്പിക്കുന്നില്ല. അപ്പോൾ അത് കറുപ്പ് നിറമായി കാണപ്പെടും. എല്ലാത്തിനെയും പ്രതിഫലിപ്പിച്ചാൽ അത് വെളുത്ത നിറമായി കാണപ്പെടും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് ഇതേപോലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, അതിൽ ആൻസർ എങ്ങനെ കണ്ടെത്താൻ നോക്കാം.
നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം 3 വ്യത്യസ്ത പ്രകാശത്തിൽ 4 വ്യത്യസ്ത വസ്തുക്കളെ വീക്ഷിക്കുമ്പോൾ അവ ഏത് നിറത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ ഏതിൻ്റെ ആൻസറും നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താവുന്നതാണ്. ഒരു വെളുത്ത കടലാസ്, ഒരു ചുവന്ന പൂവ്, ഒരു പച്ച ഇല, ഒരു മഞ്ഞ നാരങ്ങ. ഈ 4 വസ്തുക്കളെ നമ്മൾ വേറെ വേറെ നിറങ്ങൾ പ്രകാശത്തിൽ വീക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത് നമുക്ക് ചുവപ്പാണ് നിങ്ങൾ കാണുന്നത്. ഒരു ചുവന്ന പ്രകാശത്തിൽ വെളുത്ത കടലാസിനെ വീക്ഷിച്ചാൽ എന്തിലാണ് കാണപ്പെടുക? നമ്മൾ വെളുപ്പിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു, അതിനെ എല്ലാത്തിനെയും പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ചുവപ്പ് മാത്രമേ അതിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ വെളുത്ത കടലാസ് ചുവന്ന നിറത്തിൽ കാണപ്പെടും. ഇനി ഇതേ ചുവപ്പ് പ്രകാശം ചുവന്ന പൂവിൽ കാണിച്ചാലോ? ചുവന്ന പൂവിൻ്റെ പ്രത്യേകത അത് ചുവപ്പിനെ പ്രതിഫലിപ്പിക്കാൻ നമ്മൾ പറഞ്ഞു. അത് ചുവപ്പിനെയാണ് പ്രതിഫലിപ്പിക്കാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് തീർച്ചയായിട്ടും ചുവപ്പ് കാണപ്പെടും. ഇനി ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയെ വീക്ഷിച്ചാൽ, പച്ച ഇലയുടെ പ്രത്യേകത അതിന് പച്ചയെ മാത്രം പ്രതിഫലിപ്പിക്കാനുള്ള കഴിവേ ഉള്ളൂ. വരുന്നത് ചുവപ്പാണ്. അപ്പോൾ നമ്മൾ അവിടെ ഉത്തരം എഴുതേണ്ടത് ഇരുണ്ട നിറം എന്നാണ്. ചുവന്ന പ്രകാശത്തിൽ പച്ച ഇല ഇരുണ്ടതായി കാണപ്പെടും. അങ്ങനെയാണെങ്കിൽ ചുവന്ന പ്രകാശത്തിൽ മഞ്ഞ നാരങ്ങ ഏത് നിറത്തിൽ കാണപ്പെടും? മഞ്ഞയുടെ പ്രത്യേകത അതിലേക്ക് മഞ്ഞ വന്നാൽ പ്രതിഫലിപ്പിക്കും. പക്ഷെ മഞ്ഞയിൽ തന്നെ ഘടകവർണ്ണങ്ങളുണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചു, പച്ചയും ചുവപ്പും. വരുന്നത് ഏതാ? ചുവപ്പ്. അപ്പോൾ ചുവന്ന പ്രകാശം മഞ്ഞ നാരങ്ങയിൽ പ്രതിഫലിപ്പിച്ചാൽ ചുവന്ന നിറത്തിലാണ് കാണപ്പെടുക. ശരിക്കും ശ്രദ്ധിക്കണം ഓരോന്നും പറഞ്ഞ കാര്യങ്ങൾ. ഇനി അടുത്ത് നിങ്ങൾക്ക് തന്നെ ഓരോന്നും പറയാൻ പറ്റുന്നതാണ്. പച്ച പ്രകാശമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതേ 4 വസ്തുക്കൾ. പച്ച പ്രകാശത്തിൽ വെളുത്ത കടലാസ് പച്ചയിൽ കാണപ്പെടും. പച്ച പ്രകാശത്തിൽ ചുവന്ന പൂവ് ഇരുണ്ടതായി കാണപ്പെടും. പച്ച പ്രകാശത്തിൽ പച്ച ഇല പച്ച നിറത്തിൽ. പച്ച പ്രകാശത്തിൽ മഞ്ഞ നാരങ്ങ പച്ച നിറത്തിൽ കാണപ്പെടും. കാരണം മഞ്ഞയിൽ പച്ചയും ഒരു ഘടകവർണ്ണമാണ്. അപ്പോൾ അത് വന്നാൽ അതിനെ മാത്രം പ്രതിഫലിപ്പിക്കും. ഇനി അവസാനത്തത് നീല. നീലപ്രകാശത്തിൽ വെളുത്ത കടലാസ് തീർച്ചയായിട്ടും നീല തന്നെയാണ്. നീലപ്രകാശത്തിൽ ചുവന്ന പൂവ് അത് ഇരുണ്ടതായിരിക്കും. കാരണം അതിൽ നീലയെ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് അതിനില്ല. അതേ നീലപ്രകാശത്തിൽ പച്ച ഇലയുടെയും അവസ്ഥ തന്നെയാണ്, ഇരുണ്ടതായിരിക്കും. നീലപ്രകാശം മഞ്ഞ നാരങ്ങയിൽ തട്ടിയാലും ഇരുണ്ടതായി കാണപ്പെടും. പ്രകാശവുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. വൈദ്യുതകാന്തിക സ്പെക്ട്രം, അതിലെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ, അതേപോലെ പ്രാഥമിക വർണ്ണങ്ങൾ, ദ്വിതീയ വർണ്ണങ്ങൾ, ഒരു പ്രകാശത്തിൽ മറ്റൊരു വർണ്ണത്തെ നമ്മൾ വീക്ഷിക്കുമ്പോൾ അത് കാണപ്പെടുന്ന നിറം ഏത് എന്നൊക്കെ. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ള ആളുകൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. താങ്ക് യു.